Hello dears, today let us try to understand about production system. Before going directly to the production system, first we want to know what is mean by production and what is a system. Production is an act of either manufacturing or mining or growing of goods generally in a bulk for trade. വ്യാവസായിക അടിസ്ഥാനത്തിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ ഖനനം ചെയ്തെടുക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, പ്രൊഡക്ഷൻ മീൻസ് ട്രാൻസ്ഫോമിംഗ് ടാൻജിബിൾ ഇൻപുട്സ് ലൈക്ക് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗൂഡ്സ് ആൻഡ് അൺഅസംബിൾഡ് ഗൂഡ്സ് ഇൻ ടു ഫിനിഷ്ഡ് ഗൂഡ്സ്. ഇനി സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിസ്റ്റം ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ് ബേസ്ഡ് ഓൺ സം ലോജിക് that operates with an intention to achieve some objectives. As a business students, നമ്മുടെ ultimate objective എന്താണ്? To minimize the cost and maximize the profit. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇൻ്റർഡിപെൻഡൻറ്റ് പ്രോസസ്സസ് ഓർ ആക്ടിവിറ്റീസിനെയാണ് നമ്മളൊരു സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു LED ലൈറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് എടുത്താൽ അതിനകത്ത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, വേരിയസ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, ലൈക്ക് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ഉണ്ടാവാം, മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ട് ഉണ്ടാവാം, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവാം. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസിൻ്റെ ബേസിസിലായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ ആയിരിക്കും. ഇക്കൂട്ടത്തിൽ ഒന്നിനെയും നമുക്ക് ഐസൊലേറ്റഡായി ഒറ്റയ്ക്ക് നിർത്താൻ കഴിയില്ല. അപ്പോൾ ഇതെന്താണ്? ഒരു നിശ്ചിത യൂണിറ്റ്സ് LED ലൈറ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ ഓർഗനൈസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ഡിഫറെൻ്റ് ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടിച്ചേർന്നതാണ് നമ്മുടെ സിസ്റ്റം. നെക്സ്റ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. പ്രൊഡക്ഷൻ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് ദ മെത്തേഡ്സ്, പ്രൊസീജിയർ ഓർ അറേഞ്ച്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് all functions required to accumulate the inputs, process and reprocess the inputs and deliver the marketable output. Next we are going to look at the components of production system. Production systems consists of three main components. They are inputs, conversion of process and third one output. ഇനി ഇവയോരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻപുട്സ്. ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം രൂപീകരിക്കുമ്പോൾ അതിനാവശ്യമായി വരുന്ന ബേസിക് അമ്യൂണിറ്റീസ് അഥവാ റിക്വയർമെൻറ്റ്സ് ആണ് ഇൻപുട്സ്. ഇൻപുട്സ് ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ്, മെഷീനറീസ്, ഹ്യൂമൻ പവർ ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ്. സെക്കൻഡ് വൺ, കൺവേർഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഈ ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സാണ് കൺവേർഷൻ പ്രോസസ്സ്. ഈ കോമ്പോണൻറ്റിനകത്താണ് ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്? ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ്, ടെസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്, ഇൻസ്പെക്ഷൻ ഓഫ് പാർട്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. The third component in a production system is output. Output എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ഓർ സർവീസസിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Now we are going to discuss the characteristics of production system. Production is an organized activity. കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു ഒബ്ജക്റ്റീവിനെ മുൻനിർത്തി ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് പ്രൊഡക്ഷൻ. It transforms the various inputs into useful output. We have already discussed that production system transform inputs into finished products through the process of conversion. Third point, it cannot operate in isolation. We know that production is a combined process of several activities. ഒരു സിസ്റ്റത്തിനകത്ത് ഓരോ ആക്ടിവിറ്റീസും മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് അവയ്ക്ക് നിലനിൽപ്പില്ല. ഫോർത്ത് ആൻഡ് ഫൈനൽ വൺ, there is feedback about the activities. ഒരു സിസ്റ്റം എല്ലായ്പ്പോഴും അതിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്.
ഇത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആ കൺസേൺഡ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അത്യാവശ്യമായി വരും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. സോ നെക്സ്റ്റ് let us look at the what is production process. It is a series of process in which economic resources or inputs are combined by manufacturers to create economic goods and services. In simple terms, it is a series of steps that creates a product or service. അതായത് മാനുഫാക്ചറിൻ്റെ സഹായത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്കണോമിക് റിസോഴ്സിനെ അല്ലെങ്കിൽ ഇൻപുട്സിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്കണോമിക് ഗൂഡ്സ് ഓർ സർവീസസ് ആക്കി മാറ്റുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു ശൃംഖലയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ്.